big offer. ഉടൻ തന്നെ ആവട്ടെ നിങ്ങളുടെ പർച്ചേസ്. ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട് ആൻഡ് മാംഗ്ലൂർ. ഉത്തർപ്രദേശിൽ നേട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിന്റെ അഭിവാജ്യ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എന്തും ചെയ്യാൻ കോൺഗ്രസ് അവിടെ തയ്യാറായി നിന്നിരിക്കുകയാണ്. ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രചരണ പരിപാടികളൊക്കെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്നും ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നുള്ളത്. കോൺഗ്രസിന്റെ ഡാറ്റ അനലിറ്റിക്സ് ടീം പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് ഏവരെയും ഞെട്ടിപ്പിച്ചിരിക്കുന്നുള്ളത്. 2 മാസം മുൻപ് വരെ നിശ്ചലമായിരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർ ഇന്ന് ആക്റ്റീവായി മുന്നോട്ട് വരാനുള്ള കാരണവും ഇത് തന്നെയാണ്. അതിലെടുത്തു പറയേണ്ടത് പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരൽ തന്നെയാണ്. വെറും 4 ആഴ്ച കൊണ്ട് കോൺഗ്രസിലേക്ക് 10 ലക്ഷത്തോളം ആളുകൾ പുതുതായി വന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ്. പ്രിയങ്ക ഫാക്ടർ ഉത്തർപ്രദേശിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഡാറ്റ അനലിറ്റിക്സ് ടീം പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഉത്തർപ്രദേശിലെ പല മുതിർന്ന നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്നും SP, BSP അതുപോലെ തന്നെ BJPയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു. അതായത് 2 മാസം മുൻപ് വരെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ അവിടെ ഇല്ലാതിരുന്ന സമയത്ത്, അതായത് ഒരു രീതിയിലുള്ള പ്രവർത്തനവും മുന്നോട്ടില്ലായിരുന്ന സമയത്ത് പല മുതിർന്ന നേതാക്കന്മാർ വരെ രാഷ്ട്രീയം മറന്ന് BJPയിലേക്കോ SP-യിലേക്കോ അതല്ലെങ്കിൽ BSPയിലേക്കോ പോകാൻ വേണ്ടി തയ്യാറായി നിന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പ്രിയങ്ക കടന്നു വന്നതിന് 4 ആഴ്ച കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്. അതായത് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പോലും വീണ്ടും കോൺഗ്രസിലേക്ക് കടന്നു വന്ന് ശക്തമായിട്ടുള്ള പ്രവർത്തകരായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് പ്രിയങ്ക ഫാക്ടർ ഉത്തർപ്രദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.